ബിഗ് ബോസ് മലയാളം സീസൺ 6 മലയാളി പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ താരമാണ് അർജുൻ ശ്യാം. തുടക്കത്തിൽ ആരും അത്ര പ്രതീക്ഷ കൽപ്പിക്കാതിരുന്ന താരമാണ് അർജുൻ എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ പതിയെ ആരാധകർക്കിടയിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ അർജുന് സാധിച്ചു. ഒരു വശത്ത് ജാസ്മിൻ ഗബ്രി കോംബോ വലിയ വിമർശനങ്ങൾക്കിടയായിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീതുവുമായി മികച്ച കോംബോ ഉണ്ടാക്കിയെടുക്കാനും അതിന് പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യമാക്കി മാറ്റാനും അർജുന് സാധിച്ചു. ഒരു ഘട്ടത്തിൽ ജിൻഡോയെ മറികടന്ന് അർജുൻ ബിഗ് ബോസ് വിന്നറായി മാറിയേക്കുമെന്ന തരത്തിലേക്ക് വരെ എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലെ പിന്തുണ. അത്തരത്തിലായിരുന്നു അവസാന ആഴ്ചകളിലെ അർജുന്റെ പ്രകടനം. കപ്പ് ഉയർത്താൻ സാധിച്ചില്ലെങ്കിലും സീസണിലെ ഫസ്റ്റ് റണ്ണറപ്പായി അർജുൻ മടങ്ങി. ബിഗ് ബോസിലൂടെ മോഹൻലാൽ എന്ന മഹാനടന്റെ അടുത്ത് നിൽക്കാനും കെട്ടിപ്പിടിക്കാനും സാധിച്ചത് വലിയ ഭാഗ്യമായി അർജുൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. വലിയൊരു മോഹൻലാൽ ആരാധകൻ കൂടിയാണ് അദ്ദേഹം. അതായത് ഇപ്പോഴും തന്റെ മുറിയിൽ മോഹൻലാലിന്റെ ഫോട്ടോ വെച്ച് അദ്ദേഹം ആരാധിക്കുന്നു. എന്നാൽ ബിഗ് ബോസിന് മുമ്പ് തന്നെ മോഹൻലാലും അർജുനും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. അതായത് ഒരു പ്രമുഖ മൊബൈൽ ബ്രാൻഡിന്റെ പരസ്യത്തിൽ മോഹൻലാലിനൊപ്പം അർജുനും അഭിനയിച്ചിരുന്നു. ഒപ്പം എന്ന് പറഞ്ഞാൽ ആ പരസ്യത്തിൽ അർജുനും ഉണ്ടായിരുന്നുവെന്ന് മാത്രം. ഏറ്റവും പുറകിലായിട്ടായിരുന്നു അദ്ദേഹം നിന്നത്. പരസ്യത്തിന്റെ ഏറ്റവും പിറകിലായിരിക്കും നിൽക്കേണ്ടി വരിക എന്ന് അറിഞ്ഞിട്ടും മോഹൻലാൽ എന്ന ഒറ്റപ്പേര് കാരണമാണ് ആ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയതെന്നാണ് അർജുൻ വ്യക്തമാക്കുന്നത്. ആ പരസ്യവും അർജുന്റെ ഇപ്പോഴത്തെ വീഡിയോയും വെച്ചുകൊണ്ടുള്ള റീലുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അടിപിടിയും ബഹളം വെക്കലും നെഗറ്റീവ് കണ്ടന്റും മാത്രമാണ് എന്നുള്ള തെറ്റായുള്ള ധാരണയുണ്ട്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ ഒരു വളരെ ചെറിയൊരു മിനിയേച്ചർ ഫോമാണ്. അതിൽ ഒട്ടുമിക്ക എല്ലാ സ്വഭാവക്കാരും ഉണ്ടാവും. എക്സ്ട്രാവേർട്ടും ഇൻട്രോവേർട്ടും തുടങ്ങിയ എല്ലാ ഗണത്തിൽപ്പെട്ടവരെയും നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അൾട്ടിമേറ്റ്ലി ഇതൊരു സർവൈവൽ മാത്രമാണ്. അതിൻ്റെ സ്ട്രാറ്റജി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക. കുറച്ച് ഭാഗ്യവും ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിലെത്താം. അവിടെയാണ് അർജുൻ ശ്രദ്ധേയനാകുന്നത് എന്നാണ് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത്.